നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇനി ഒരു മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ട നമ്മുടെ ടോപ്പ് സിംഗറിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമണി എത്താൻ പോവാണ്. കുഞ്ഞാറ്റ കിളിയാണ്. ലെറ്റ്സ് വെൽക്കം സുഭദ്ര കുട്ടി ഓൺ സ്റ്റേജ്. ഓ, ധാവണിയൊക്കെ ഇവിടുത്തെ ഒരു ചേച്ചി. ഹലോ 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 ഹായ്. നല്ല രസമുണ്ട്. കുഞ്ഞാറ്റക്കിളിയെ എന്തോ ഇങ്ങനെ ഇതുവരെ കണ്ടില്ലല്ലോ. നല്ല ലുക്കായിട്ടുണ്ടല്ലോ. താങ്ക് യു ഭയങ്കര രസമുണ്ട്. താങ്ക് യു സുന്ദരിക്കുട്ടി. താങ്ക് യു. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷം? ആരാദ്യം പറയും? ഞാൻ പറയണോ? ആദ്യം പറയും. പാട്ടാണോ? ഞാൻ പറയാം. ഇപ്പോ കുഞ്ഞാറ്റയ്ക്ക് ഇതൊരു ഡിഫറെന്റ് ജോണർ ആണല്ലോ അല്ലേ? അതെ. Yes. ആ നമ്മുടെ കുഞ്ഞാറ്റ എപ്പോഴും കുഞ്ഞാറ്റക്കിളിയുടേതായിട്ടുള്ള ഒരു ഫ്ലേവർ എല്ലാ പാട്ടിലും കൊണ്ടുവരുന്നതാണ്. അത് ഈ പാട്ടിൽ എങ്ങനെ ഉണ്ടാവും കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിയോടെ നിൽക്കുകയാണ് ഞാൻ. താങ്ക് യു. ഈ പ്രാവശ്യം കുഞ്ഞാറ്റക്കുട്ടി അവിടെ നിൽക്കട്ടെ, ആ. നമുക്ക് പറയാൻ ഡീറ്റെയിൽസ്. Okay. അതെ. ചേഞ്ച്. ഓക്കെ. സിനിമ മഴ. ഓക്കെ വർഷം 2000. ഓക്കെ. മ്യൂസിക് രവീന്ദ്രൻ മാസ്റ്റർ. ഓ, ലിറിക്സ് റൈറ്റർ OV ഉഷ മാഡം. ആൻഡ് സിംഗർ ആശ ജി മേനൻ. ആഹാ. എല്ലാം പറഞ്ഞു. അപ്പൊ ഇനി പാടിയാ മതി. കലക്കണം. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആരാദ്യം പറയും? ആരാദ്യം പറയും? പറയാതെ
ഹേയ് ആഹാ. താങ്ക് യു. മാലിനിയുടെ തീരങ്ങൾ തഴുകി സാരംഗിന് എനിക്ക് തോന്നുന്നൊരു സംഗതിരാമൻ അസാധ്യ ടാലന്റാ മോനെ. കോടികളറിയും മുൻപേ എന്റെ വക ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോ. മോനെ നിൻമിഴികളിൽ അഞ്ജനമെഴുതാം ഞാൻ. നല്ല കമ്പാനിയൻഷിപ്പ് ഉണ്ടായിരുന്നു രണ്ടുപേർക്കും. അവസാനത്തെ സംഗതി കസറി. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണച്ചിറകുള്ള പക്ഷി ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. നെറ്റിയിൽ പൂവ് ആ കാലത്തെ പാട്ടുകൾ എടുത്ത് അതിന്റെ ഭാവം ആണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിന്റെ അപ്പുറം ഞാനിനി ഒന്നും പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരാധ്യം പറയും ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ ആരാധ്യം പറയും ആരാധ്യം പറയും. ഹേയ് ആഹാ. Thank you. എന്റെ കുഞ്ഞാറ്റക്കുട്ടി, എന്തോ എന്റെ കുഞ്ഞുണ്ടല്ലോ, സാധാരണ ഇരിക്കുന്ന ആ മരത്തിലുണ്ടല്ലോ, ആ ചില്ലയിലുണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങനെ പറന്ന് 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 വേറൊരു നല്ലൊരു മരത്തിന്റെ ഒരു നല്ല മരത്തിന്റെ ചില്ലയിൽ പോയിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് താങ്ക് യു സാർ. കേട്ടോ. അവിടെ ഇങ്ങനെ സുഖമായിട്ടിരിക്കുകയാണ്, എന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതിന് ലിറിക്സ് പ്രത്യേകിച്ചും ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യുന്നതാണ്. ഇത് പാടിയ ആശയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു അതെ. ആ വർഷത്തെ. ഷീസ് എ വെരി ഗുഡ് സിംഗർ. ആശയ്ക്കൊരു ഹായ്. പിന്നെ ഇതിലൊരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറയുമ്പോ ആരാധ്യം പറയും ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എഫക്റ്റും ഇല്ല അതിന്, അല്ലേ? അതെന്താണ്? ഒരു അനൗൺസ്മെന്റ് ആണ്, അല്ലേ? അനൗൺസ്മെന്റ് അല്ലല്ലോ പാട്ട്. അതെ. അപ്പൊ പാട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലെ മോഡുലേഷൻസ് എങ്ങനെ നമുക്ക് ആലോചിക്കാം. ആരാധ്യം പറയും, പിന്നെ ആരാധ്യം പറയും പറയാതിനി വയ്യ പറയാനും വയ്യ. അപ്പൊ എവിടെയാണ് ഞാൻ മോഡുലേറ്റ് ചെയ്തത്? ശബ്ദം കുറഞ്ഞ എവിടെയാ? വയ്യ പറയും എന്നുള്ളിടത്ത് പറയും. ശബ്ദം കുറച്ചു. അപ്പോഴാണ് ആരാധ്യം എന്നുള്ളതിന് വാല്യൂ കിട്ടുന്നത്. പറയാതിനി വയ്യ എന്ന് പറയുമ്പോഴാണ്. പറയാതിനി വയ്യ എന്ന് പറഞ്ഞാൽ അത് കിട്ടൂല, അല്ലെ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ അവിടെ വയ്യ എന്നുള്ളതും അതുപോലെ പറയും എന്നുള്ളതും ആ ഇടങ്ങളിൽ നമ്മൾ പതുക്കെ മെലോയ് ചെയ്തു കഴിഞ്ഞാൽ അത് ശരിക്ക് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒന്ന് പാടാമോ? ആരാധ്യം പറയും ആരാധ്യം എന്നുള്ളത് ഓപ്പൺ, പറയും മാത്രം സോഫ്റ്റ്. ആരാധ്യം പറയും ആ, ആരാധ്യം പറയും വെരി നൈസ്. ആ, പറയാതിനി വയ്യ ആ വയ്യ സോഫ്റ്റ്. പറയാതിനി വയ്യ ആ, പറയാനും വയ്യ ആ വയ്യ വളരെ സോഫ്റ്റ് ആയാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കും. പറയാനും വയ്യ. ആ, ആഹാ. സബാഷ്. താങ്ക് യു സാർ. ആ, അങ്ങനെയാണ് ചില പാട്ടുകൾ എങ്ങനെ പാടാം. ആ ലിറിക്സിൽ ഓരോ വാക്കുകളെയും നമ്മൾ എങ്ങനെ തഴുകി, സംഗീതം കൊണ്ട് തഴുകി, ആ കമ്പോസർ ഉദ്ദേശിക്കുന്ന പോലെ, ആ കമ്പോസേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ഞാൻ സംസാരിക്കണത്. എങ്ങനെ ആയിരിക്കണം ഒരു പക്ഷേ രവീന്ദ്ര മാസ്റ്റർ ഉദ്ദേശിച്ചത് എന്ന് കാണാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ കുഞ്ഞാറ്റയ്ക്ക് ഇതൊരു അറിവായിരിക്കണം ഓക്കെ സാർ. മുന്നോട്ട് പോകാനായിട്ട്, കേട്ടോ. പിന്നെ എനിക്ക് ചില സ്ഥലങ്ങളിൽ ശ്രുതി ചേരായിക ചെറുതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ. ആ, അറിയാൻ ആശിക്കുന്നു, അവിടെ ഒരു ശ്രുതിയുടെ ഒരു പ്രശ്നം തോന്നിയിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ. പിന്നെ അഗ്നി എന്നുള്ള ഇടത്തില്, പിന്നെ വിളക്കോ മേളിൽ പാടിയില്ലേ, അതെങ്ങനെയാ പാടിയേ? മയങ്ങിയ ജീവൻ പാടുകയാണെന്റെ വിളക്കേ. അത് കുറച്ച് സ്ട്രെയിൻ ആണോ അത്രയും റേഞ്ച് വരുമ്പോ? വിളക്കേ ഈ സൈഡ് പാടാമോ? വിളക്കേ. അത്രേ ഉള്ളൂ. ആ കെ എന്നുള്ളത് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ സ്ട്രെയിൻ അറിയിക്കാതെ അതൊക്കെ മൂടി വെക്കാം. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, കേട്ടോ. പിന്നെ എരിയുന്ന നീയും ഞാനും എരിയുന്ന നീയും ഞാനും സൂപ്പറായിട്ട് പാടി. താങ്ക് യു സാർ. ആ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുഞ്ഞാറ്റ ഒരു പാട്ട് പാടുമ്പോൾ അതിൽ കുഞ്ഞാറ്റയുടെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കും. അത് ഈ പാട്ടിലുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം എന്താന്ന് വെച്ചാൽ യു ഹാവ് മൂവ്ഡ് ഔട്ട് ഓഫ് യുവർ ഫെമിലിയാരിറ്റി സോൺ.
ഓർ കംഫർട്ട് സോൺ? വെരി ഗുഡ്. താങ്ക് യു സർ. ഹായ് കുഞ്ഞാറ്റ, ഹായ് സർ. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പുതിയ ജോണർ പാടുമ്പോൾ? എന്താ ഇപ്പം കംഫർട്ട് സോണിൽ നിന്നൊരു വിട്ടുമാറിയൊരു ഫീല് നന്നായി തോന്നി. മറ്റേതിന്റെ അത്ര ഒരു ഫ്രീഡം തോന്നിയില്ല അല്ലേ? അതിലാവുമ്പോ ശരിക്കും ഫ്രീക്ക് ഔട്ട് ചെയ്യാറുണ്ട്. ഇന്ന് കുറച്ചൊരു കോൺഷ്യസ് ആയിരുന്നു എന്നൊരു സംശയം എനിക്ക്. എന്താ ഒന്നും പറയാത്തത്? അതേന്ന് ആയിരിക്കും. ആയിരിക്കും. കുറച്ച് സ്ട്രെയിനും തോന്നി മോൾക്ക്. ഹൈ നോട്ട്സ് പാടുന്ന സമയത്ത് അത് അറിയുന്നുണ്ട്. ഹൈ നോട്ട്സിലൊക്കെ അതുകൊണ്ടാണ് അത് എത്താൻ പറ്റാത്തത് എന്നുള്ളത് അറിയുന്നുണ്ട്. പക്ഷെ ഇറ്റ്സ് എ ഗുഡ് അറ്റംപ്റ്റ്. ഡിഫറെന്റ് ജോണർ എടുത്തിട്ട് അത് മാക്സിമം നന്നാക്കാൻ ഒരു ശ്രമം നടത്തി. അതിനൊരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഗുഡ് ലക്ക്. കുഞ്ഞാറ്റക്കിളി എന്തോ മെലഡി റൗണ്ട് ആണ് അല്ലേ? അതെ. എനിക്ക് തോന്നിയ എന്താന്ന് പറഞ്ഞാൽ കംഫർട്ട് സോണിൽ നിന്ന് മാറി നിന്നിട്ടൊരു നല്ലൊരു അറ്റംപ്റ്റ് നടത്താൻ പറ്റിയൊരു പാട്ട് സെലക്ട് ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നമുക്ക് ട്രൈ ഔട്ട് ചെയ്യില്ലേ, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. എന്നാ പിന്നെ അധികം അവിടുന്ന് അങ്ങോട്ടേക്ക് മാറി വലിയ റിസ്കി ആയിട്ടുള്ള പാട്ടുമല്ല, എന്നാ പിന്നെ നമ്മൾ കംഫർട്ട് സോണിൽ അല്ലതാനും. അങ്ങനെ നടുവിലുള്ള ഒരു സ്ഥലം എവിടെയോ കണ്ടുപിടിച്ച പോലെ തോന്നി. നല്ലൊരു സെലക്ഷൻ ആയിട്ട് അതുകൊണ്ട് എനിക്ക് ഫീൽ ചെയ്തു കുഞ്ഞാറ്റക്കിളി. താങ്ക് യു സർ. താങ്ക് യു മാം. സോറി. കുഴപ്പമില്ല, കഴിഞ്ഞു, പാടിക്കഴിഞ്ഞു. പിന്നെ എനിക്ക് അതുപോലെ എരിയുന്നു നീയും ഞാനും എന്ന് പറഞ്ഞിട്ട് ചരണത്തിന്റെ ലാസ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ കാമായിട്ടുള്ള ഒരു കുഞ്ഞാറ്റക്കിളീനെ കണ്ടത്. സാധാരണ മറ്റേ ഇങ്ങനെ റോക്ക് ഓൺ ആയിട്ട് റെഡി ആയിട്ട് വരുന്ന ഒരാളാണെങ്കിൽ ഇന്ന് കാമായിട്ട് ഓക്കെ ഞാൻ പാടാൻ പോവുകയാണ്, എല്ലാരും റെഡിയല്ലേ, ഞാൻ പുതിയൊരു സ്റ്റൈൽ പിടിക്കാൻ പോവുകയാണ്, അങ്ങനെ പറഞ്ഞു വന്ന പോലെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ട് കേട്ടോ അത്. എനിക്ക് കുഞ്ഞാറ്റയുടെ തന്നെ വേറെ വേറെ സൈഡുകൾ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, നന്നായി പാടിയിട്ടുണ്ട്. കിടിലൻ കോസ്റ്റ്യൂം, ഓവറോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഗുഡ് സോങ് സെലക്ഷൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ കഴിഞ്ഞ 2 പാട്ടായിട്ടെ നമ്മുടെ കുഞ്ഞാറ്റ ഒരുപാട് പാവമായി പോയോ? കുറച്ച് കോൺഷ്യസ് ആണ് ഇങ്ങനെ. ഇന്ന് കുറച്ച് സുഖമില്ലാന്ന് പറഞ്ഞല്ലോ. പക്ഷെ കുഞ്ഞാറ്റക്കുട്ടിയുടെ ആ സംസാരം വരുന്നില്ല. അന്നാ ഞാനൊരു വിശേഷം പറയാം. എന്താ പറയാ? ഞാൻ നാട്ടിൽ പോയപ്പോ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് തോന്നി. സ്കൂളിൽ പോയപ്പോ ഇങ്ങനെ കൂട്ടുകാരെയൊക്കെ കാണാന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് എന്റെ ഫേവറേറ്റ് ടീച്ചർ വൃന്ദ മാഡത്തിനെയൊക്കെ കാണാന്ന് പറഞ്ഞ് പോയി. അപ്പോ സ്കൂളിൽ ചെന്നപ്പോ കൂട്ടുകാരെല്ലാരെയും കണ്ടു. അപ്പോൾ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ ഡാനിയലിന് ആര്യ ചേച്ചിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമായിന്ന്. എനിക്ക് വേണ്ടിട്ട് കാടേ പാടി തന്നില്ലായിരുന്നു. അത് കേട്ടിട്ട് ഡാനിയൽ അതിന്റെ ഫാനായി, മാഡത്തിന്റെ ഫാനായി. ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സ്കൂളിലെ മിക്ക ആൾക്കാരും ജഡ്ജസിനെ തിരക്കിന്ന് പറയാനൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ വൃന്ദ മാഡത്തിനെ കാണാന്ന് പറഞ്ഞാണ് പോയത്. പക്ഷെ വൃന്ദ മാഡത്തിനെ കാണാൻ പറ്റിയില്ല. അന്ന് വൃന്ദ മാഡം ഉണ്ടായില്ല. അപ്പൊ എന്റെ ഒരു ഇൻഡ്യൂഷൻ വൃന്ദ മാഡത്തിനെ ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് പിറ്റേ ദിവസം രാവിലെ വൃന്ദ മാഡത്തിന്റെ അച്ഛനും കൂട്ടി എന്റെ വീട്ടിൽ വന്നു. അപ്പൊ എനിക്കൊരു ട്രൈപോഡും ഗിഫ്റ്റ് ആയിട്ട് തന്നു. എനിക്ക് കുറച്ചാളത്തേക്ക് കഴുത്ത് വേന ഉണ്ടായി. അപ്പോ എനിക്കിങ്ങനെ നോക്കാൻ പറ്റില്ല ഒന്ന്. അപ്പൊ ഒന്ന് ഫോൺ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ വേണ്ടിട്ട് ട്രൈപോഡ് ഒരു ഗിഫ്റ്റ് ആയിട്ട് തന്നു. സമ്മാനമൊക്കെ കിട്ടി. ഒരു നാഗപ്പാട്ട് പാടിത്തരട്ടെ? കൂടെ പാടുവോ? അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പാട്ട് പാടിത്തരും. അത് ഇപ്പം കറക്റ്റ് ഞാൻ പഠിച്ചിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഇളക് ഇളകിളക് ഇളക്, അത്രേ ഉള്ളൂ. പാടാ. ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണീശീലേ ഇളക് ഇളകിളക് ഇളക് നാഗേ ഇളക് ഇളകന്റെ മണീശീലേ മണിനാ